കുഞ്ഞാരി എന്റെ പൊന്നു മോനെ, നാട്ടിൽ നിന്ന് നടക്കുന്നത് എന്തെല്ലാം നടക്കുന്നു മോനെ. എന്റെ പൊന്നാരി, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നാരി. പൊന്നു മോനെ, എന്റെ പുറത്തൂടെയാണ് പാമ്പ് ഇറങ്ങി കയറി. പാമ്പിന്റെ മാളമാണ് ഇതിനാക്കാം. നിങ്ങൾ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ആ വീട്ടിന്റെ അടിയിലോട്ട് നോക്കണം, ദ്വാരങ്ങൾ വീണ് കിടക്കുന്നതും. ഞാൻ നട്ട് ഇതേപോലെ പാമ്പ് കാണണം. പാമ്പില്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഉറക്കം കൊത്ത കണക്ക് പൊട്ടും സൗണ്ടാ കേൾക്കുന്നത്. എലിയെ പിടിക്കാനേ മോനെ രാത്രി പാമ്പേരത്തുള്ളു. ഞാൻ നട്ടിങ്ങനെ ചോമ്പട്ടി ഇതും ഇങ്ങനെ നീളത്തിന് ഇതിലേ കയറി വന്ന് എത്ര എണ്ണത്തിന് അടിച്ച് കൊന്നാൾ. ഞങ്ങളെ തൂണ്ടത് അവിടെ ഒരു കമ്പ് വെറുതെ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അവിടെ നിൽക്കുന്നു കരടി. അവനും പേടി. ഇതാണോ വികലാംഗ? ഈ പൈസ 1500 തന്ന് 600 രൂപ വീതം തന്നാണ് ഇങ്ങനെ പോയി. ഇപ്പൊ ഇത്രയും പൈസ ആയി. എപ്പോഴും ആനയും കരടി എല്ലാം ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഈ അടുത്തിടയ്ക്കാണ് പ്രകാശിന് പരിക്കേറ്റത്. പിന്നെ ഈ ചേച്ചിയുടെ ഒറ്റയ്ക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കിടക്കാൻ പറഞ്ഞാൽ ചേച്ചി കിടക്കൂല, ഇവിടെ കിടക്കുള്ളൂ. ഈ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കും. നമസ്കാരം. വളരെ ദുഃഖം നിറഞ്ഞ ഒരു വാർത്തയാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഡാലി കരക്കം ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നിൽക്കുന്നത്. എൻ്റെ ഈ ബാക്കിലായിട്ട് കാണുന്ന ഒരു വീട് നിങ്ങൾ കണ്ടോ? എൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന അമ്മയെ കണ്ടോ നിങ്ങൾ? വളരെ വിഷമത്തോടും ദുഃഖത്തോടും കൂടിയാണ് ഞാൻ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാധ എന്ന് പറഞ്ഞ ഈ അമ്മയ്ക്ക് ജന്മനെ കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നല്ല കാഴ്ചയില്ല. അപ്പം അമ്മയ്ക്കാണെങ്കിൽ മകനും മരണപ്പെട്ടു, ഭർത്താവും കളഞ്ഞിട്ട് പോയി. ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ അമ്മയുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തുന്നിടം വരെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മാതാപിതാക്കളുള്ളതാണ്. ഇവരെ ഈ വിഷമിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. നിങ്ങൾ മാക്സിമം അധികാരികളിലേക്ക് വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ചേച്ചിനെ ഇപ്പൊ കുറെ മോനും മരിച്ച് അണ്ണനും അങ്ങ് പോയതിനു ശേഷം ഞാൻ തന്നെ നോക്കുന്നത്, ആശുപത്രി കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം. എന്തൊരു കാര്യം ഇപ്പൊ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് ചെക്കപ്പിനെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകുന്നു. പനിയായിട്ട് കിടന്നപ്പോഴും കൊണ്ടുപോകുന്നു. മെമ്പർമാര് വരുന്നത് ശരിയാക്കി തരാന്ന് പറയുന്നല്ലാതെ അവര് ഒന്നും ശരിയാക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാരെയും വിളിച്ചു കൂട്ടി മന്ത്രിനെ കാണാൻ പോവാൻ തീയതി എടുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരനക്കവും ഇല്ല. ആനയാണെങ്കിൽ അത് ശല്യം കാരണം ഒരു കമ്പ് വിറവിന് പോലും കയറിപ്പോവാക്കാത്ത സ്ഥിതിയായിരിക്കുന്നത്. ഇവിടെ വന്ന് ചക്ക പറിച്ച് ഞാൻ ചോറും കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്. ചേച്ചി ഇവിടെ അനങ്ങാതിരിക്കാനേ പറ്റുള്ളൂ, അല്ലാതിരി. പിന്നെ ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചേച്ചി ഇവിടെ കിടക്കുള്ളൂ, അപ്പുറത്തൊന്നും കിടക്കൂല. ഇതിനകത്ത് കിടന്ന ചക്ക മൊത്തവും കണ്ടിച്ചളഞ്ഞായി, മുള ഒടിച്ച് കളഞ്ഞ് ആന അതിലാണ് കയറി വന്നത്. കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് വിലക്കരിയായിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വരത്തില്ല. പിന്നെ പകല് വന്ന ചേച്ചി തിരക്ക് എപ്പോഴും വരെയും എടുക്കാൻ ചെയ്യുന്നുണ്ട്. ഒരു ചെയ്ത് കാണുമല്ലോ പോണ വഴിക്ക്, അവിടെ വന്ന് ആഹാരം കഴിക്കും ഇനി വരും. അല്ലാതെ പാമ്പാണെങ്കിൽ അതിനപ്പുറം. അതായത് കിണറ്റി കിടന്ന ഒരു മീനിന് 2-2.5 കിലോ ഒരു മീനിനെ തിന്നില്ല, കടിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പൊ വെള്ളം കോരി കുടിക്കാക്കൂല. കണ്ടില്ലായിരുന്നു കത്ത് നാറ്റം വെച്ച് കിടന്നു. പിന്നെ പാമ്പെന്ന് പറയണ്ട എല്ലാ സൈസ് പാമ്പുകളും ഉണ്ട്. കരടി വരെ വീട്ടിന്റെ മുറ്റത്ത് വരക്കുന്നത്. ഒരു ഇനി മനുഷ്യനെ കിട്ടിയാലും വേറെ കൊല്ലൂലേ. പുരി വന്ന് ഒരു പട്ടീനെ കൊണ്ടുപോയി. ഇനി എപ്പോഴും ഇറങ്ങുന്നെന്ന് വെച്ചാൽ ഈ മറുതി വിട്ടതിന്റെ ശരി വരത്തുള്ളൂ. ഈ പട്ടികളുള്ളതുകൊണ്ട് ഒരേ മൃഗങ്ങൾ ഇറങ്ങി വരുമ്പോ ഒച്ചയിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ട്. ഇനിയിപ്പൊ നമ്മള് പോകാനായിട്ടിരിക്കും. നമ്മക്ക് ഇതെന്ന് വെച്ചാൽ ഈ പൊടി കൊച്ചുങ്ങളെ തന്നെ സ്കൂളിൽ പറഞ്ഞില്ലേ, 2-3 പേര് കൂടി ചേർന്ന് സ്കൂളിൽ കൊണ്ടുവിടണം. തിരിച്ചതേപോലെ 3 മണിയാകുമ്പോൾ പോയി വിളിച്ചോണ്ട് വരണം. ഇവിടെ നിന്ന് ഒരു ജോലിക്ക് നമ്മൾ ഇറങ്ങി പോകണമെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് കര ചെല്ലാൻ പറ്റും. ആനേനെ ഇതിനെ പറ്റി ഞങ്ങൾ അങ്ങനെ കയറി പോകും. ഞങ്ങളതുകൊണ്ട് പണിക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് ഇവിടെ തൊഴിലുറപ്പുണ്ട്, അതുമില്ല. ഇവിടെ ഫോട്ടോ എടുത്തെങ്കിലേ തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റൂ, അത് ഇവിടെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തൊഴിലുറപ്പുമില്ല. ഇറക്കി വിടാൻ പോണെന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞ് പറഞ്ഞിട്ട് വീട് പണിയാനും പറ്റിയിട്ടില്ല. വീട് നനഞ്ഞു ഊറ്റി നിങ്ങൾ കാണണം. വീട് പണിയാനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പൊ അവരെ പഞ്ചായത്തുകാർ പറഞ്ഞ് രാമസ്വാമി സാറ് വന്ന് ഇത് കണ്ടിട്ട് പറഞ്ഞ് അവർക്ക് വീട് കൊടുക്കണം, പക്ഷെ പുതുക്കിന് കൊടുക്കരുത്.
ആ വീടെല്ലാം പോയിരിക്കുകയാണ്. ഒന്നേന്ന് കെട്ടിയെങ്കിൽ എപ്പോഴെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, തരത്തില്ലെന്ന് പറഞ്ഞു. വെള്ളം കോരി കുടിക്കാറ് കിണർ കണ്ട ഇത് എൻ്റെ മോനെ ഞാൻ വെട്ടിയതാണ്. ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിക്ക് പോക്ക് ഇപ്പൊ തന്നെ പെൻഷൻ മേടിച്ചോണ്ട് നിന്ന് അവത്തെ വേലയ്ക്ക് ഇവിടെ ഒന്നും വേലയും കൂടിയില്ല മോനെ. പുറത്തു പോയി ജോലിക്ക് പോയിട്ട് വന്നാൽ ആനയെ കരുതി ഇനി വന്ന ചേരുള്ള ഉയരിന് സമാധാനം ഇല്ല മോനെ. ആ കണക്കിന് അങ്ങനെ കിടക്കുന്നത് അവര് നമ്മളെ എത്രയെന്നും പറഞ്ഞ് നോക്കും, എന്തായാലും പറഞ്ഞ് നോക്കും. ഇവിടുന്ന് പോയാലും എനിക്ക് സാധനം തരണം. ഞാൻ സന്താനങ്ങളെ രക്ഷിച്ചിട്ടുള്ളൂ, കേരളത്തിന്റെ പുറത്തും വെള്ളത്തിന്റെ അകത്തും. അത് പോർട്ടുകാര് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടിലുള്ള അല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചൊല്ലില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം അന്നേരം വരുന്നത്. എന്താന്ന് ചോദിച്ചാ കാണത്തില്ലേ, കാണാൻ വയ്യേ, എന്ത് കാണാൻ വയ്യാത്തത്, കണ്ടുകൂടെ, നിങ്ങൾ അങ്ങോട്ട് പോയി അത് പോയി എടുക്ക് ഇതെടുക്ക് എന്ന് പറയുമ്പോഴത്തേക്കേ മക്കളെ എന്റെ ഹൃദയം പൊട്ടാണ് മോനെ. ഞാൻ ഒരു നല്ലയുടെ ഇന്ന് ജീവിച്ചോളല്ല, ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോളാണ്. അപ്പൊ എൻ്റെ ആത്ര എനിക്ക് കയറാനും വിളക്ക് വെക്കാനും എല്ലാം കണ്ടുകൂടി ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അവളിപ്പോ ഈ കണ്ണിന് വേണ്ടി ആളുകൾ കൊണ്ടുപോവാനേ മോനെ, കൊണ്ടുപോവാനായിട്ട് പിന്നെ കൂലി കൊടുത്തില്ലേ അവര് അന്നേരം അവര് പറഞ്ഞു ഒന്നുകൂടെ കൊണ്ടുപോകണമെന്ന്. കണ്ണിന്റെ നരമ്പെല്ലാം ഗ്രഹിച്ചു പോയെന്ന് പറഞ്ഞു. എന്റെ മോൻ മരിച്ചിട്ട് വരുമല്ല, എന്റെ മോൻ നോക്കുമ്പോ അതാണ് പൊന്നു മക്കളെ പറയുന്നത്. മരിക്കുമ്പോ 45 വയസ്സ്. പൊന്നെ നീ എന്ന് പൊന്നെ ചാർപ്പ മേടിച്ച് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. അവിടെ ഇറക്കൊന്നും പറഞ്ഞു എന്റെ പൊന്നു. ഞാൻ ടാർപ്പ മേടിച്ച് അമ്മച്ചിക്ക് കാണിച്ച് കുറയുന്നതിനെ രക്തക്കുറവെന്നും പറഞ്ഞ് ഇന്ന് തുടങ്ങി മെഡിസിന് വരാത്ത പറഞ്ഞിട്ട് പോയതാണ്. ദൈവമേ എന്റെ പറ്റാനേ പലാരം ആ ഓർമ്മ നിങ്ങൾ പലാരം തന്നപ്പോ ബിസ്ക്കറ്റ് മേടിച്ചേ കൊണ്ടുവരുള്ളൂ. അതിന്റെ വില വലിയ മക്കളെ. പിന്നെ രണ്ടാമതുണ്ടെന്ന് വലത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു മോനെ. കുണ്ടേത് കൂടി കണ്ടാലും പറയാം എൻ്റെ മോൻ കിടന്നിട്ടാണ് ഈ വീട് ഇങ്ങനെ ആയാന്ന് ഇവർ ഇറക്കുന്ന എന്റെ പൊന്നു മോനെ. ഇന്ന് പേര് ഒരു വീട്ടിൽ വെച്ചിട്ടില്ല. എൻ്റെ കൊച്ച് കിടക്കുന്ന മാടം ചെന്ന് കാണണം. അവൾക്ക് ഉള്ള മക്കളും ദൈവം നനയായിട്ട് കിടക്കട്ടെ ഇല്ല മക്കളെ, അതിനെന്നെ നോക്കണ്ട. താണ്ട അപ്പുറത്താണ്ട് ചെമ്പഴത്തിന്റെ കമ്പ് കണ്ട ആനയെ ഒടിച്ചിട്ടിട്ടാണ് അവിടെ നിന്ന് മുളയെടുത്തത്. ഈ സ്ഥലം എഴുതി എന്റെ മോന്റെ പേർക്ക വെച്ചേക്കുന്ന. പട്ടയം എല്ലാം ഉണ്ട്. പണ്ടേ കൊടുത്ത് പിന്നെ എല്ലാം കൊടുത്തെങ്കിലും പിന്നെ ഈ സ്ഥലം എഴുതി വെച്ച കണ്ണ് കാഴ്ചയില്ലാതെ വന്നപ്പോ ഈ ഭർത്താവ് ഒരു കുടിയനാണ്. അയാൾ വിറ്റ് നടിപ്പിച്ചാൽ പിന്നെ നമ്മൾ എവിടെ കിടക്കും മോനെ? അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ പേരിൽ എൻ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഗർഭപാത്രത്തിൻ്റെ കേടായിരുന്നു എനിക്ക്. ആ ഓപ്പറേഷൻ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ കൊണ്ടുവന്ന് രക്ഷിച്ചത് കൊണ്ടില്ലിരിക്കുന്നവരാണ്. അപ്പോഴും ഞാൻ വേറൊരു വീട്ടിൽ ചെന്ന് കിടക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല മോനെ. തിരിച്ചു പിടിക്കുന്ന വിട്ടതാണ്. വന്ന് അവരാണ് ഇവിടെ എനിക്ക് ചോറ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ 5 മണി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ചെറുപ്പനും പോകാനൊക്കത്തില്ല. അങ്ങനെ ആയപ്പോൾ ആഹാരങ്ങൾ വെച്ച് കൊടുക്കാൻ വെക്കാതെ വന്നപ്പോൾ മാപ്പിളക്കാരെ അടിക്കും. എനിക്ക് കാഴ്ചയില്ലെന്ന്, കാഴ്ച ഉണ്ടെന്നാണ് മോനെ. കണ്ണ് തുറന്നിരിക്കുന്നു, എനിക്ക് കാണത്തില്ല പോലെ. എൻ്റെ ഇത് എടുത്ത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഡാലിക്കരിക്കം ആനക്കുളത്താണ് താമസിക്കുന്നത്. ആണ് വീട്ടുകാരെന്തുവാ? വനത്തരിയത്ത് വീട്. ഇത് അമ്മയ്ക്ക് കാഴ്ച പോയിട്ട് എത്ര വർഷമായി? വർഷമായി എൻ്റെ കുഞ്ഞിലെ എന്നെ ജനിച്ച കാലം തൊട്ട്. പക്ഷെ ആയെങ്കിലും 5 മണി വരെ എവിടെയും പോവാനിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ ഇരുന്ന് കറങ്ങാനേ പറ്റും. മുറ്റത്ത് ആരെങ്കിലും കൊണ്ടിറങ്ങി പോകണം, അല്ലാതെ എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ എടുത്ത് തരണം. അല്ലാതെ പിന്നെ എനിക്ക് ചായ ഏത് പകലേന്ന് അറിയത്തില്ല. ആ കണക്കിന് ഞാൻ ജീവിച്ചോളാണ്. ഇപ്പം അവസാനം വന്നപ്പോൾ 5 മണിയും കഴിഞ്ഞ് രായു ഏത് പകലേതെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത്
ഇത് കൊണ്ടൊന്നും ഓപ്പറേഷൻ ചെയ്യൂല, നിങ്ങൾക്ക് കാഴ്ച കിട്ടത്തില്ലെന്ന്. ചെയ്തോ? ഏ? ട്രീറ്റ്മെന്റ് ഒക്കെ ആ ചെയ്തല്ലേ? ഈ കണ്ണ് കൊണ്ടൊന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കാഴ്ച കിട്ടത്തില്ല, നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ആ ഒരു കണ്ണ് പോണെങ്കിൽ പോട്ട്, എന്നാലും ഒരു വീട്ടിൽ പോയി നമുക്ക് ഒരു തുള്ളി കഞ്ഞെള്ളം മേടിച്ച് കുടിക്കാം എന്നുള്ള രൂപത്തിൽ അത് ചെയ്തപ്പോൾ അത് ഒരു സങ്കലം വെട്ടം ഞാൻ പണിയിടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ പോവുകയും വരികയും ചെയ്യുമായിട്ടുള്ള സ്ഥലമാണ്. സ്വന്തമായിട്ട് ചെയ്ത വീടാണോ? ആ ഇത് അവർ 50 രൂപ തന്നു വീട് വെച്ചത്. പക്ഷെ ഭൂമി ഈ കാലായി വെട്ടിയ കാലത്തുള്ള ആള് ഞങ്ങള് 7 തലമുറ കഴിഞ്ഞ ആളുകളാണ്. ഞങ്ങൾ ആ കാലത്ത് ഇവിടെ കിടക്കുന്നവരാണ്. എൻ്റെ പൊക്കളുമാവും വീണം മണ്ണാണ്. ഇവിടെ ആനയൊക്കെ വരൂ. മോനെ നിങ്ങള് ഇല്ല, ഇങ്ങനെ കേറി നോക്കണം. ആന വന്നെടുത്തതാണ്. അവിടെ ഒരു വീട് ഫ്രണ്ട് പൊളിഞ്ഞ എങ്ങനെ പൊളിഞ്ഞു പോയത്? കാറ്റടിച്ച് പൊളിഞ്ഞോ? കാറ്റടിച്ച് ആ പ്ലാസ്റ്റിക് മൊത്തം കീറിതാണ്ട വാരിയിട്ടേക്കുന്നു. ആ. മോനെ ടാർപ്പ മേടിച്ച് ഇട്ട് മടുത്ത് കുരങ്ങ് ചാടി 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 സീറ്റ് മൊത്തവും പൊട്ടി എല്ലാം തീർന്ന് ഇപ്പൊ ചോന്തൊലിച്ച് വരി. ഇതിനകത്ത് കയറി കിടക്കാൻ ഒക്കൂല. ഇന്നലത്തെ മെമ്പർമാര് വല്ലതും വന്ന് അവര് പറയുന്നത് ഒന്നും തരത്തില്ലെന്ന്, എന്തുകൊണ്ട്? ഇറക്കി വിടുന്നുണ്ടെന്ന്. കാരണം എന്തുകൊണ്ട്? ഇറക്കി വിടുന്നുണ്ട്. ഇറക്കി നിങ്ങളെ വിടയില്ലെന്ന്. 6-7 കൊല്ലം കഴിഞ്ഞു മോനെ. ഇവിടെ ആൾക്കാരെ മാറ്റി കുറെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? അത് ഇവിടെ വീടില്ലാത്തവരെയാണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന സ്ഥലം മേടിച്ചവരെ കുറച്ച് പേർക്ക് പൈസയും കൊടുത്ത് അവർക്ക് വീടും നാളെയും ഉണ്ട്. ആ അവരെ മാറ്റി. മക്കളെ ഞങ്ങൾ നരയിക്കുന്നത് ഇല്ല, പിന്നെ അപ്പൂപ്പനും ദൈവങ്ങളുമാണ് നമ്മളെ രക്ഷിക്കുന്നതും, ഞങ്ങൾ പോണതും ഞങ്ങൾ വരുന്നതും. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 10-75 വയസ്സ് കഴിഞ്ഞു. ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ ആരുണ്ട് ഇപ്പൊ? പിന്നെ ഞാൻ വിചാരിച്ച് അല്ല, ഇപ്പൊ അമ്മയ്ക്ക് എല്ലാം ചെയ്തു തരുന്ന എങ്ങനെ? ഒന്നും സ്വന്തം എല്ലാം ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നത് കൊണ്ടപ്പോ അവത്തുള്ള ചെയ്ത് വ്യവച്ചുകൊണ്ട് തരും. പ്രധാന മോളോ? മോളെല്ലാം ആങ്ങളേരെ ഭാര്യ. ഭാര്യ. അവരിന്നലെ പറഞ്ഞ അമ്മയെന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു മോനെ ഉള്ളായിരുന്നല്ലേ? ഒറ്റ ഒരു മോനെ ഉള്ളായിരുന്നു. ജോലി മോന് 2 മക്കളുണ്ട്. അവത്തളും വന്ന് നിൽക്കില്ല. മോൻ ഷോക്കേറ്റ് മരിച്ചു വലിയ. അത് ശിവരാത്രി അന്നാണ് മരിക്കുന്ന. 4 മണി ആവാറായി. ഒരു മോനെ ഉള്ളായിരുന്നു. ഒറ്റ ഒരു മോനെ ഉള്ളായിരുന്നു. ആണിനും പെണ്ണിനും തമ്പുരാന്തതും മക്കളെ എല്ലാ സ്ഥലത്തും കൊച്ചുങ്ങളാണും പെണ്ണും ഉണ്ട്. തള്ളമാരെ ചാട്ടിയായിരിക്കുന്ന കേട്ട നമുക്ക് ഹൃദയം പൊടിഞ്ഞു പോകില്ലേ മോന്? മരിച്ചു പോയാ ഇപ്പൊ നടക്കുന്നുണ്ട് മക്കളെ. ഈ ആനയും പുലിയും ഒക്കെ ഇവിടെ വരുമ്പോ അറിയാൻ പറ്റുന്നില്ല, കണ്ണ് കാണാതെ. കണ്ണ് കാണാതെ അറിയത്തില്ല. പുലി വന്ന് പട്ടീനെ മൊത്തത്തിനെ പറിക്കൊണ്ട് പോയതാ. പിന്നെ നമ്മളെ ഈ പട്ടികളെ പറക്കി വീണ്ടും കൊണ്ടുവന്ന് അവിടുന്ന് ഒന്ന് ചാപ്പാട് കൊടുക്കുമ്പോ വന്ന് കിടക്കുന്നത് നമ്മൾ വളർത്തിയതല്ല. വന്ന് കിടന്ന് എന്തെന്ന് വെച്ചാ ഈ ആനേനെയും പന്നീനെയും ചോയി ചക്ക എടുക്കാനാണ് ആന വരുന്നത്. ആ ആ ആ പ്ലാവിൽ കിടന്ന് ചക്ക എടുക്കാനാണ്. ആ എടുത്ത് കഴിഞ്ഞല്ലോ എടുത്ത്. ആ കമ്പിൽ കിടന്ന ചക്കയൊക്കെ കണ്ടിച്ച് കളഞ്ഞു. അവള് കണ്ടിച്ച് കളഞ്ഞു. ചക്ക കിടക്കുന്നെന്ന് എനിക്ക് കാണത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ആ ചവിട്ട് കൊണ്ട് ചവിട്ടി ഇങ്ങനെ കമ്പ് ഇങ്ങനെ കിടന്നു. എന്നിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് കടിച്ചില്ല. അവരെ കഴിവാണ്. വിഷമുള്ള പാമ്പുകളാ. ആ വിഷമുള്ള പാമ്പ. ഇവിടെ പാമ്പെന്ന് വെച്ചാ പാമ്പ് ഈ കുഴിയും കൊണ്ട് എടുത്തിട്ട് മോനെ ഒരു കറുത്ത ഞണ്ടിന്റെ കണക്കൊരു തേളുണ്ട്. പൊന്നു മോനെ രാത്രി കേറി ദാണ്ടാ കുഴിയിൽ ദാണ്ടാ കുഴി ഇഷ്ടം പോലെ ചവറും വീണ് കിടക്കുന്നുണ്ട്. പിന്നെ അത് വന്നാ എനിക്ക് കാണാമോ? പിന്നെ ഇറങ്ങിയിട്ട് ആനയുടെ അടുത്തെല്ലാം പോയിട്ട് കണ്ണ് കാണാതെ പെട്ടിട്ടുണ്ടോ? അറിയാതെ വല്ലോ? അറിയാതെന്ന് വെച്ചാ അന്ന് എനിക്ക് ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് വന്നതിന് ശേഷം ഈ പകല് കാഴ്ച ഉള്ള സമയത്ത് അങ്ങൊരു വിളക്ക് വെക്കുന്ന സ്ഥലമുണ്ട്. ഒരു മരത്തിന്റെ മുട്ട് വിളക്ക് നമ്മൾ പോകുമ്പോൾ പറ്റിച്ചു വരുന്നു. അവിടെ ചെന്നപ്പോ അതിന്റെ ഇപ്പുറത്ത് ചെന്നപ്പോ ഇതേപോലെ വടിയടിച്ചാ പോയത്. ഞാൻ മുളക് പറിക്കും. കുരുമുളക് ഉണ്ടല്ലോ കാട്ടില്ല, പറിക്കാം. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അളിയനും നമ്മളെല്ലാം കൂടി ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഏറ്റവും പുറക്കായിരുന്നു. ഇങ്ങനെ ചെന്ന് രണ്ടാന താടത്തിലോട്ട് ഒരു കമ്പ് കിടന്ന്, അതുകൊണ്ട് നമ്മളെ അതിൻ്റെ തലയിൽ കൂടെ ചെന്ന് ഇറങ്ങി താടത്തിലോട്ട് ഇറങ്ങിയപ്പോൾ രണ്ടാന അവിടുന്ന്. പണ്ട് പറഞ്ഞു കേട്ടോ ഒരാളിനെ നോടെ കൊന്നെന്ന്. ആന മണിയനെന്ന് പേര് പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു.
അയാളെ കൊന്ന ആനയാണ്. അയാൾ അന്നേരം ജഡ എടുത്തിട്ടില്ല അവിടുന്ന്. അങ്ങനെ ഞങ്ങള് പോയി. ആന വന്ന് കയറി മോനെ. ആനയുടെ ഇത്ര പൊക്കത്ത് കൊച്ചാനയാണ് ഒരെണ്ണം. കൊമ്പ് ഇല്ലാത്ത ആനയാണ്. ആന എൻ്റെ ഭർത്താവ് ഓടി വന്ന് ഓടിപ്പോവാ. നമ്മളെ കൊണ്ടൊക്കെ തിരിങ്ങനെ തള്ളി പിടിച്ച് തൊല്ലിയോ അവിടെ കയറ്റി. അവിടെ ഒരു കവിട്ടാട്ട്, ഇത്രയും കവിട്ടാട്ട് ഉണ്ടായിരുന്നു. അതിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞ് മിണ്ടല്ലേ എന്നാണ്. ഈ ആന വന്ന് എൻ്റെ അടുത്തങ്ങ് നിന്ന് ചെവി അടിച്ച് ഒരാന അപ്പുറവും നിന്ന് വടക്കവും അതിൻ്റെ കയ്യിൽ കാലിലിട്ട് അടിക്കുന്നത് എനിക്ക് കണ്ടൂടെ അപ്പനെ. എന്താ ഞാൻ ഇരിക്കുന്ന മരം താളി അല്ല പറപ്പ കമ്പ്. ആനേനെ ഞാൻ ഈ കാല് കഴച്ചമ്പം ഇല്ല കല്ലുവലിയും അപ്പൂപ്പനും അറിയാം ഞാൻ സത്യമാണോ ഇല്ലേ എന്ന് പറയുന്നത്. ഞാൻ കാല് കഴച്ചമ്പോ ഒരു കാല് ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ഒരു കാലായി ഇടുക്കിൽ വെക്കുക, അല്ലാതെ വെക്കാനൊക്കത്തില്ല. 4 മണി വരെ മോനെ ഞാൻ ആ കാലെടുത്ത് സൂചിക്ക് കൊള്ളും പോലെയാണ് ഈ ആന ഒറ്റ കണക്കിന് നിന്ന് എന്നെ കൊന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ വിളക്കിന്റെ കാര്യം പറയുന്നത്.